ആർ ശ്രീജിത്ത് പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് നമുക്കൊപ്പം ചേരുന്നു. ആർ ശ്രീജിത്ത്, സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് എം മുകേഷിനോട് ഒഴിയാൻ പറഞ്ഞിട്ടും മുകേഷ് അതിൽ പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണോ നമ്മൾ കാണുന്നത്? പാർട്ടിയിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞോ? പാർട്ടിയിൽ നിന്ന് ഔപചാരികമായൊരു തലത്തിലൊരു നിർദ്ദേശം രേഖാമൂലമോ മറ്റോ പോയിട്ടില്ല. എന്നാൽ ഈ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിയുന്നതാണ് നല്ലതെന്ന ഒരു ഫീലിംഗ് അവിടേക്ക് മുകേഷ് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ മുകേഷ് ഈ സ്ഥാനം ഒഴിയുന്നില്ലെങ്കിൽ പാർട്ടി അത്തരമൊരു തീരുമാനമെടുത്ത് അറിയിക്കുമെന്നാണ് CPM നേതാക്കളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും എം മുകേഷ് ഈ ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നയരൂപീകരണ സമിതിയിൽ തുടരുന്നത് അഭികാമ്യമല്ല എന്ന വികാരം CPM-നകത്തും LDF-നകത്തും ശക്തിപ്പെടുത്തുകയാണ്. എന്നാൽ നേരത്തെ ഷാജിയൻ കരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ MLA-യുടെ മോറൽ ഒബ്ലിഗേഷൻസ്, അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായ ബാധ്യതകൾ തീരുമാനിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നണം ഈ പദവിയിൽ താൻ ഇരിക്കാൻ യോഗ്യനല്ല, ഈ സമിതിയിൽ താൻ ഇരിക്കാൻ യോഗ്യനല്ല. പ്രത്യേകിച്ചും ഈ ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഒരു പൊതു സിനിമാ നയം രൂപീകരിക്കുന്ന വേദിയിൽ ആ സംവിധാനത്തിൽ താൻ ഇരിക്കുന്നത് ശരിയാണോ എന്ന കാര്യം മുകേഷ് സ്വയം ആലോചിക്കണം. അപ്പോൾ സമ്മർദ്ദം ചെലുത്തുകയല്ല, മുകേഷിന് സ്വയം അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു അവസരമൊരുക്കുന്നു എന്ന മട്ടിലാണ് CPM നേതൃത്വവും സർക്കാരും മറ്റും ഇതിനെ കാണുന്നത്. എന്തായാലും അവസാന വാക്ക് സാംസ്കാരിക വകുപ്പിൻ്റെതാണ്. സാംസ്കാരിക വകുപ്പാണ് ഈ സമിതിയിലേക്ക് ആളുകളെ നാമനിർദ്ദേശം ചെയ്യുന്നതും ഒഴിവാക്കുകയൊക്കെ ചെയ്യാനുള്ള അധികാരം അവർക്കാണ്. അത്തരമൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നാണ് അറിയാനുള്ളത്. എന്തായാലും ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കണം. ആ തീരുമാനം വരും എന്നാണ് CPM നേതൃത്വം നമ്മളോടൊക്കെ തന്നെ രാവിലെ മുതൽ പറഞ്ഞിരുന്നത്. എന്തായാലും ആ തീരുമാനത്തിനായി കാക്കുകയാണ്.